അച്ഛൻ കച്ചൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗപ്പിയുടെ ബ്രീഡിംഗ് കേജ് എങ്ങനെ നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കാരണം ഈ ഗപ്പി കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു മീനാണ്. അത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് ഫുഡാണെന്ന് കരുതിയാൽ കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നും. അതിനാൽ നമ്മൾ ഒരു ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന്റെ അടിത്തട്ടിൽ കുഞ്ഞുങ്ങളെല്ലാം വളരെ സേഫ് ആയിട്ട് അതിന്റെ അടിയിൽ നിന്ന് നമുക്ക് കിട്ടും. ഇത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെടിച്ചട്ടിയാണ്. ഇത് 25 രൂപയുടെ ഒരു ചെടിച്ചട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കഴുകിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെജിറ്റബിൾ സ്ട്രെയിനർ, അത് 40 രൂപയുടെ. അതുപോലെ തന്നെ അത് അടച്ചു വെക്കാനായിട്ട് മറ്റൊരു വെജിറ്റബിൾ സ്ട്രെയിനർ, അത് 30 രൂപയുടെ. മൊത്തം 95 രൂപയ്ക്ക് നമ്മൾ സേഫ് ആയിട്ടുള്ള ഗപ്പി ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ഗപ്പിയെ നമ്മൾ സെലക്ട് ചെയ്യുക. അതിന്റെ അബ്ഡോമൻ അല്ലെങ്കിൽ അതിന്റെ വയറ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. അതായത് ഇതിപ്പോൾ ജനിച്ച ഒരു കുഞ്ഞാണ്. 80% കുഞ്ഞുങ്ങൾ ഈ ദ്വാരത്തിലൂടെ താഴെ പോയി ആ ഫ്ലവർ പോട്ടിൽ സേഫ് ആയിട്ട് കിടക്കും. പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ കുറച്ച് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഡക്ക് ബീഡ്സും സാൽവീനിയ എന്ന് പറയുന്ന 2 പ്ലാന്റ് ആണ്. പിന്നെ ഒരു കുഞ്ഞിനെ പിടിച്ച് കാണിക്കാം. വളരെ ചെറിയ കുഞ്ഞാണ്. അപ്പോൾ ഇതൊന്നും പിടിച്ച് തിന്നാതിരിക്കാനായിട്ട് നമ്മൾ മറ്റൊരു ബക്കറ്റിലേക്ക് അതിനെ മാറ്റും. ഇത് താഴേക്ക് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. കണ്ടോ, വളരെ ചെറിയൊരു കുഞ്ഞാണ്. നമ്മൾ എപ്പോഴും കണ്ടെന്ന് വരില്ല ഇവ ജനിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഈ വെജിറ്റബിൾ സ്ട്രെയിനർ എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഫ്ലവർ പോട്ടിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടും. അതിൽ കുഞ്ഞുങ്ങളെ കാണാം. അതിലൊരു 80% കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും. അതാണോ ഇതിൻ്റെ അടുത്തായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞാണ്. അതിനെ പിടിച്ച് തിന്നു. അപ്പോൾ അത് നമ്മൾ മറ്റൊരു ബക്കറ്റിലേക്ക് മാറ്റുക. അപ്പോൾ മറ്റൊരു ബക്കറ്റിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ഈ സെയിം വെള്ളം തന്നെ, ഈ ഫ്ലവർ പോട്ടിലെ വെള്ളം തന്നെ അങ്ങോട്ട് മാറ്റുക. അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സെയിം ചട്ടിയിലെ വെള്ളം തന്നെ ഉപയോഗിക്കുക. അതിൽ തന്നെ ഈ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സും ഇട്ട് കൊടുക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ എന്തായിരിക്കും, നല്ല ഹെൽത്തിയുമായിരിക്കും. മിക്കവാറുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് രക്ഷിച്ചെടുക്കാനും പറ്റും. പിന്നെ കുറച്ചായിട്ട് നമ്മൾ അഡീഷണൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം കാക്കയും കൊക്കും ഒന്നും കൊണ്ടുപോകാതെ നമുക്കിത് അടച്ചു വെച്ചേക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, അച്ഛൻ കാത്തൂസ്. हुस्न तेरा तौबा 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 तौबा, हुस्न तेरा तौबा 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 तौबा, हुस्न तेरा तौबा 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 तौबा, हुस्न तेरा तौबा 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 तौबा। ले लिया कुड़ी ने दिल साडा, हाले थोड़ा साफ जहा नहीं लगदा इरादा। बुत बाली लंबी नहीं रखी है मुट्टे यार ने, है दिखदा परांदा नहीं हो देखदा पराडा। फिगर तो लगदी लटीनो, एक बारी दस दो जी इन्नी क्यों शकीनो। कल ही तू इटली तो आई मर जानी, ते पर्स तू पेरिस तो मंगाया वैलेंटिनो। हाँ तेनू क्यों ना दिखा, तेरे तो की सिखा, तेरे ते की लिखा। हुस्न तेरा तौबा 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 तौबा, हुस्न तेरा तौबा 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 तौबा, हुस्न तेरा तौबा 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 तौबा, हुस्न तेरा तौबा 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 तौबा। ले लिया कुड़ी ने दिल साडा, हाले थोड़ा साफ जहा नहीं लगदा इरादा। बुत बाली लंबी नहीं रखी है मुट्टे यार ने, है दिखदा परांदा नहीं हो देखदा पराडा। फिगर तो लगदी लटीनो, एक